ഹായ്, ഇന്നത്തേത് ഒരു മോർണിംഗ് സ്റ്റഡി വ്ലോഗാണ്. ഏർലി മോർണിംഗ് അണിച്ചിട്ടുള്ളതാണ്. കണ്ണൊന്നും മിഴിയുന്നതന്നെ ഇല്ല കേട്ടോ. എങ്കിലും എണീറ്റോ, നമുക്ക് പഠിക്കണ്ടേ. അങ്ങനെ എഴുന്നേറ്റ് വന്ന് ഞാൻ ലൈറ്റൊക്കെ ഇട്ടു. സമയം 4:10 ആവാനായിട്ടോ. 4:15 നമുക്ക് റെഡിയാവണ്ടേ. അപ്പം ഞാൻ വേഗം തന്നെ ബ്രഷും പേസ്റ്റൊക്കെ എടുത്തിട്ട് പല്ലേക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് കഴിഞ്ഞ് വേഗം ചായ ഇട്ടു കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ചായ ഇട്ടിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഉടനെ വെറും വയറ്റിലിരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ വയറുവേദനിക്കുന്ന പോലെയൊക്കെ ഒരു ഫീൽ വരും. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും കുടിച്ചിട്ടാണ് തുടങ്ങുള്ളൂ കേട്ടോ. ചൂടുവെള്ളമെങ്കിലും കുടിക്കും. ഡെയിലി ചായ കുടിക്കുന്ന ആളായതുകൊണ്ട് ചായയും കുടിക്കും കേട്ടോ. അതിപ്പോൾ അത്ര നല്ലതല്ല എന്നറിയാം, എന്നാലും അതൊരു ശീലമായിപ്പോയി. അതില്ലാതായി കഴിഞ്ഞാൽ തലവേദന വരുന്ന പോലെയാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നേരത്തെ തന്നെ പഠിക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇന്നലെ വരുത്തിയ തൊഴിൽ വാർത്തയാണ്. നോക്കിയിട്ടില്ല, ഇന്നലെ വൈകിട്ടാട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് നോക്കിയിട്ടില്ല. അതേപോലെ ഈ ഒരു പെന്നിട്ട് വെക്കണം, പെൻ ഹോൾഡർ, അത് ഇന്നലെ വന്നതായിരുന്നു വൈകിട്ട്. അപ്പോൾ അതൊന്നും എനിക്ക് ഇന്നലെ നോക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അതേപോലെ തൊഴിൽ വാർത്തയും ഇന്ന് വേണം നോക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ മക്കളെ പഠിപ്പിക്കുന്ന തിരക്കായിരുന്നു കേട്ടോ വൈകിട്ടൊക്കെ. ഞാൻ 2 ദിവസം മുമ്പിട്ടുണ്ടായിരുന്നില്ല ഒരു സ്റ്റഡി പ്ലാൻ. അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ SCRT ആണ് രാവിലെ പഠിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ പഠിക്കുകയായിരുന്നു ചെയ്യേണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഓർഡറിലാട്ടോ പഠിക്കുന്നത്. അപ്പോൾ 4 മണിക്ക് എഴുന്നേറ്റിട്ട് ആദ്യത്തെ ഒരു 2 മണിക്കൂർ SCRTയും PYQ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ SCRT നോക്കി. ഇതിപ്പോൾ ഞാൻ എൻട്രിയിൽ സുജേഷ് സാർ ഇട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ചാപ്റ്റേഴ്സ് ആട്ടോ നോക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5:15 ഞാൻ ചോറ് വെക്കണം, മക്കൾക്ക് സ്കൂളില്ലേ. അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അത് തെർമൽ കുക്കറിൽ ഇറക്കി വെക്കേ വേണ്ടുള്ളൂ, തിളപ്പിച്ചിട്ട് കേട്ടോ. അങ്ങനെ അത് ചെയ്ത് വെച്ചിട്ട് വന്നു. പിന്നെ ഒരു ചെറിയ ബ്രേക്ക് ടൈം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ഇരിക്കുകയാണ്. വീണ്ടും ഞാൻ നോക്കുന്നത് ഈ പ്രീവിയസ് ഇയർ ബുക്കാണ് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ഫിസിക്സ് ആണ് നോക്കുന്നത് കേട്ടോ. ഫിസിക്സിലെ ടോപ്പിക്കുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നുണ്ട്. അങ്ങനെ അതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ നേരമൊക്കെ വെളുത്തപ്പോൾ ഞാൻ പുറത്ത്, അതായത് 6:30 വരെയാണ് നമ്മളുടെ അതിലൊരു ടൈം. അപ്പോൾ 6:30 കഴിഞ്ഞപ്പോൾ ഞാൻ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു കേട്ടോ. അങ്ങനെ എന്നിട്ട് രാവിലെ തന്നെ അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ പിന്നെ മഴ വരും. പിന്നെ അത് ഒട്ടും നീങ്ങില്ല കേട്ടോ അടിച്ചു കഴിഞ്ഞാൽ. അതാണ് രാവിലെ തന്നെ ഈ ഒരു പണി ചെയ്ത് തീർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ ജോലികളുണ്ടായിരുന്നു. അപ്പം ഇന്ന് മുട്ടക്കറിയും പൂരിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ കറി ഞാൻ വേഗം വെക്കാം കേട്ടോ. പിന്നെ പൂരി പിന്നെ ഉമ്മ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് പിന്നെ കുട്ടികളെ റെഡിയാക്കേണ്ട പണികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്തു. അവരെ റെഡിയാക്കി ഫുഡൊക്കെ കഴിക്കാനൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ആയ പോലെ തോന്നി. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇവർ പോയി കഴിഞ്ഞ് ശേഷമോട്ടോ ഇതൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ പുതിയ ബെഡ്ഷീറ്റ് ഞാൻ ഇന്നലെ രാത്രി വിരിച്ചതേ ഉള്ളൂ കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു. നല്ല ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് വിരിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം ക്ലീനാക്കി. പിന്നെ കുട്ടികളെ സമയമായി ഓട്ടോ വന്നപ്പോൾ അവരെയും പറഞ്ഞു വിട്ടു. ഇനി നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ടേ. അതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത്. അതായത് ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്, ഡെയിലി വർക്കൗട്ട് ചെയ്യാറുണ്ട് കേട്ടോ. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാത്തുള്ളൂ. അപ്പോൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു കേട്ടോ. കുറച്ച് നേരം തന്നെ ചെയ്തുള്ളൂ കേട്ടോ. കാരണം കുറേ ആയിപ്പോൾ ചെറിയതായിട്ട് ഗ്യാപ്പ് വരുന്നു. അതുകൊണ്ട് തന്നെ ശരീരം ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടാണ്. എന്നിട്ട് ബാക്കി ജോലികളും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാനിരിക്കുക. പക്ഷേ ഈ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇയർഫോണിൽ ക്ലാസ് കേൾക്കലാണ് ഞാൻ ചെയ്യുക. അത് റിവിഷൻ ക്ലാസ് ആയിരിക്കും കേട്ടോ. അല്ലാതെ പുതിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. റിവിഷൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇതുപോലെ ഇങ്ങനെ ഒരു ചെവിയിൽ മാത്രം വെച്ചിട്ടേ കേൾക്കുള്ളൂ. 2 ചെവിയിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാർ പറയുന്നതും അടുത്തുള്ളവർ പറയുന്നതും ഒന്നും കേൾക്കില്ല. അങ്ങനെ എല്ലാ ജോലിയും കഴിഞ്ഞ് അലക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ 10:30 ടൈം. പക്ഷെ ഞാനിന്ന് കുറച്ച് വൈകി കേട്ടോ. അടുത്ത വീട്ടിലുള്ളവർക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ വന്നപ്പോൾ ചെറുതായിട്ട് വൈകി. 10:45. എന്നാലും സാരമില്ല, നമുക്ക് കുറച്ച് കൂടുതൽ ടൈം ഇരുന്നാൽ മതിയല്ലോ. അങ്ങനെ ഞാനിനി നമ്മളെ ടൈം ടേബിൾ പ്രകാരം മാത്സും കറണ്ട് അഫെയർസും ആണ് ഈ ഒരു ടൈമിൽ പഠിക്കേണ്ടത് ഉച്ചവരെ. അപ്പം ഞാൻ മാത്സും കറണ്ട് അഫെയർസും പഠിക്കാമെന്ന് വിചാരിച്ചു. മാത്സ് ഞാൻ വീഡിയോ ക്ലാസ് കണ്ടിട്ടാണ് കേട്ടോ പഠിക്കുന്നത്. ASCC മാത്സ് എന്ന് പറഞ്ഞ ചാനലിൽ സാറിപ്പോൾ പ്രിലിംസിൻ്റെ ഇടുന്നുണ്ട് കേട്ടോ. ഒരു മാത്സ് ഞാനിപ്പോൾ അതാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ശേഷം ഈ ഒരു ഹരിശ്രീയിൽ വന്നിട്ടുള്ള കറണ്ട് അഫെയർസും തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള കറണ്ട് അഫെയർസും നോക്കി. പിന്നെ നമ്മുടെ ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫെയർസ് എഴുതാനുള്ളത് കുറച്ച് എഴുതി. പിന്നെ അത് തന്നെ റിവിഷൻ ചെയ്യാനുണ്ടായിരുന്നു എനിക്ക് മുന്നത്തെ നോട്ട്സൊക്കെ. അപ്പോൾ അത് റിവിഷനും ചെയ്തു. അത്രയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. 12:45 വരെയാണ് ഞാൻ പഠിച്ചത്. ഇതിനിടയിൽ എനിക്ക് ബോറടിച്ചപ്പോൾ കുറച്ച് ഞാൻ വീഡിയോ ക്ലാസ്സുകളും കണ്ടിട്ടുണ്ടായിരുന്നു, വേറെ സബ്ജക്റ്റൊക്കെ. അപ്പോൾ അങ്ങനെ അത്രയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങളും ഏർലി മോർണിംഗ് ഒക്കെ പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പഠിക്കൂ കേട്ടോ.